ഹായ് ഹലോ സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം ജൂൺ 2026 UGC നെറ്റ് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. മെയ് 20 അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ്. അതുപോലെ തന്നെ ജൂൺ 22 മുതൽ ജൂൺ 30 വരെയാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ തവണ നോട്ടിഫിക്കേഷൻ വന്നത് എക്സാം ഡേറ്റ് ഉൾപ്പെടെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്കറിയാം ഏതൊരു എക്സാം നമ്മൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്നിവിടെ UGC നെറ്റ് കൊമേഴ്സ് പേപ്പർ 2ൻ്റെ സിലബസ് അനാലിസിസ്, സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്കറിയാം 10 മോഡ്യൂൾസ് ആണ് വരുന്നത്. 10 മോഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത് അല്ലേ. ഓരോ മോഡ്യൂളിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതം വരും. നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, 2 മാർക്ക് വെച്ച്. അങ്ങനെ 10 മോഡ്യൂളിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. 200 മാർക്കിലാണ് നമ്മൾ പേപ്പർ 2 അറ്റൻഡ് ചെയ്യുന്നത്, നമുക്കറിയാം അല്ലേ. സോ നമുക്ക് ഓരോ മോഡ്യൂളിൻ്റെയും കണ്ടൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം, സിലബസ് അനലൈസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന മോഡ്യൂളാണ്. അതിനകത്ത് വരുന്നത് നോക്കിയേ, ഫസ്റ്റ് പോർഷൻ ബിസിനസ് എൻവയോൺമെൻറ്റും സെക്കൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സുമാണ് വരുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റിനകത്ത് കണ്ടല്ലോ കോൺസെപ്റ്റ്സ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പോളിസീസ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ബിസിനസ്, അതുപോലെ തന്നെ ലീഗൽ എൻവയോൺമെൻറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫെമ, സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ബിസിനസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR. ഇത്രയും ഭാഗമാണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനകത്ത് നിന്ന് വരുന്നത്. അതിനകത്ത് തന്നെ ഈ പറയുന്ന എക്കണോമിക് എൻവയോൺമെൻറ്റിനകത്ത് മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എൻവയോൺമെൻറ്റ്, ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എൻവയോൺമെൻറ്റ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഏരിയ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CSR, ആ ഭാഗത്തു നിന്നും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഏരിയ ആണ് CSR എന്ന് പറയുന്നത്. ദെൻ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്, അതിനകത്ത് തന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡ്രൈവേഴ്സ്, സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതുപോലെ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്, ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് പോളിസി. ഈ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്, ആ ഒരു ഭാഗത്തു നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഏരിയ തന്നെയാണ്. ദെൻ വരുന്നതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, ടൈപ്സ് ഓഫ് FDI, കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് FDI ടു ഹോം ആൻഡ് ഹോസ്റ്റ് കൺട്രീസ്, ട്രെൻഡ്സ് ഇൻ FDI, ഇന്ത്യാസ് FDI പോളിസി, ട്രെൻഡ്സ് അതുപോലെ തന്നെ ഇന്ത്യയുടെ FDI പോളിസിയും ഇതും സ്ഥിരം ചോദിക്കാറുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ FDIയുടെ ടൈപ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അസേർഷൻ റീസൺ ടൈപ്പിലും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിലും ടൈപ്സ് തന്നിട്ട് അതിൻ്റെ മീനിങ് തന്ന് ചോദിക്കാറുണ്ട്. ദെൻ ട്രെൻഡ്സ് ഇൻ FDI ഉണ്ട്, ഇന്ത്യാസ് FDI പോളിസി. ദെൻ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് കമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അതിൻ്റെ കമ്പോണൻസും എന്ന് പറയുന്നത്. ദെൻ റീജിയണൽ എക്കണോമിക് ഇൻറ്റിഗ്രേഷൻ, ലെവൽസ് ഓഫ് റീജിയണൽ എക്കണോമിക് ഇൻറ്റിഗ്രേഷൻ, ട്രേഡ് ക്രിയേഷൻ ആൻഡ് ഡൈവേർഷൻ എഫക്റ്റ്, ദെൻ റീജിയണൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, ASEAN, SAARC, NAFTA. ഈ ലെവൽസ് ഓഫ് റീജിയണൽ എക്കണോമിക് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ EU, ASEAN, SAARC, NAFTA, ഇതിൻ്റെയൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട്. ദെൻ അടുത്തതാണ് ഇൻ്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IMF, വേൾഡ് ബാങ്ക്, UNCTAD, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ്, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഫങ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ദെൻ അഗ്രികൾച്ചർ എഗ്രിമെൻറ്റ്സ്, GATT, TRIPS, ഈ WTO, അതുപോലെ തന്നെ അഗ്രികൾച്ചർ എഗ്രിമെൻറ്റ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയാസ് ആണ്.
ദെൻ ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഫസ്റ്റ് മോഡ്യൂളായ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്കുകൾ ഇത്രയുമാണ് സിലബസിൽ കവർ ചെയ്യുന്നത്. സോ ഒരു ടോപ്പിക്കും ഒരു മോഡ്യൂളുകളും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, വെയിറ്റേജ് കൂടിയോ കുറഞ്ഞോ ഒരു മോഡ്യൂൾസും ഇല്ല. ദെൻ നെക്സ്റ്റ് മോഡ്യൂളാണ് നമ്മുടെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് പോസ്റ്റുലേറ്റ്സ്. ഈ ഒരു ഭാഗം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, അതിനകത്ത് തന്നെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡെസൊല്യൂഷൻ, ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. സ്ഥിരം ചോദിക്കാറുള്ള ഏരിയ ആണ് ഈ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ആ ഒരു ഭാഗങ്ങളൊക്കെ. ഇവിടെ നിന്നൊക്കെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചെറിയ ന്യൂമറിക്കൽസ് വരാറുണ്ട്. ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ അടുത്തതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് അടുത്ത് വരുന്നത്. ഇഷ്യൂ, ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്, ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, അക്വിസിഷൻ, മെർജർ, അമാൽഗമേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് കമ്പനീസ്. ദെൻ ഈ ഭാഗത്തുനിന്നും ചെറിയ ചെറിയ ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലിക്വിഡേഷനും അക്വിസിഷൻ, മെർജർ, അമാൽഗമേഷൻ, ഇതിൻ്റെയൊക്കെ ടൈപ്സും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സിൽ വരുന്നതാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ അസേർഷൻ റീസൺ ടൈപ്പിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ അടുത്തത് വരുന്നതാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അടുത്തപ്പോൾ നമുക്ക് ആദ്യം ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ സിലബസ് വന്നത്. ദെൻ പാർട്ണർഷിപ്പ് അക്കൗണ്ട് വന്നു, ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ട് വന്നു, ദെൻ പിന്നെ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ് കണ്ടു. ദെൻ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന ഭാഗമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് നിന്ന് ഒരുപാട് ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കൺട്രോൾ, പ്രോസസ് കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, കോസ്റ്റിംഗ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ കേസ് ആൻഡ് കോസ്റ്റിംഗ് ആൻഡ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി. ഇത്രയും ഭാഗങ്ങളാണ് ആ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്നത്. ഇത്രയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നതാണ്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പോർഷൻ, അതായത് റേഷ്യോ അനാലിസിസും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, അതായത് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോ അനാലിസിസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റേഷ്യോ അനാലിസിസിനകത്ത് നിന്ന് ന്യൂമറിക്കൽസും ചോദിക്കാറുണ്ട്, ഇക്വേഷൻസ് തന്നിട്ട് ആ ഒരു രീതിയിലും ചോദിക്കാറുണ്ട്. ദെൻ റീസെൻ്റ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. HR അക്കൗണ്ടിങ് പഠിച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ദെൻ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS. 2-4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ബൈ ഹേർട്ട് ചെയ്യണം. ദെൻ ഇത്രയും പോർഷനാണ്. ദെൻ അടുത്തത് വരുന്ന ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ സിലബസ് വന്നിരിക്കുന്നത്. നോക്കാം. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പം ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ്, വൗച്ചിങ്, വെരിഫിക്കേഷൻ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് വൗച്ചിങ്ങും വെരിഫിക്കേഷനൊക്കെ, വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ദെൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് പിന്നെ കോസ്റ്റ് ഓഡിറ്റും. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അതിൻ്റെ ടൈപ്സ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വൗച്ചിങ്ങും വെരിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ്, അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, എനർജി ഓഡിറ്റ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, ദെൻ സിസ്റ്റം ഓഡിറ്റ് ആൻഡ് സേഫ്റ്റി ഓഡിറ്റ്. ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളായ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന മോഡ്യൂളിൽ വരുന്നത്. ദെൻ ബിസിനസ് എക്കണോമിക്സ് ചെറിയൊരു മോഡ്യൂളാണ്, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. അവിടെ ഒരു വെൽത്ത്, നമ്മൾ ഡെഫിനിഷൻസ് പഠിക്കാറില്ലേ, വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, ആ ഒരു ഭാഗമൊക്കെ നമ്മളോട് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ് ഫേം, ദെൻ ഡിമാൻഡ് അനാലിസിസ്, ലോ ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR ആൻഡ് MR. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡും ഡിമാൻഡ് അനാലിസിസും എന്ന് പറയുന്നത്. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അതിന് മുന്നേ നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്ടിലിറ്റി അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. NDAയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. അതിൻ്റെ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സ്ഥിരം NDA ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, ലോങ് റൺ ലോയും ഷോർട്ട് റൺ ലോയും സ്ഥിരം ചോദിക്കാറുണ്ട്. ദെൻ തിയറി ഓഫ് കോസ്റ്റ്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് കർവുകൾ. ദെൻ നോക്കിയേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ,
monopolistic competition, oligopoly, price leadership model, monopoly and price discrimination. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓരോ ഇതിൻ്റെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും അതുപോലെ മൊണോപ്പൊളിയുടെയും ഒളിഗോപോളിയുടെയും ഒക്കെ ഫീച്ചേഴ്സ്, ദെൻ മൊണോപ്പൊളിസ്റ്റിക്കിൻ്റെയും അതുപോലെ മൊണോപ്പൊളി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അതിൻ്റെ ടൈപ്സ് ഒക്കെ ചോദിച്ച പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രൈസിങ് സ്ട്രാറ്റജീസ്, പ്രൈസ് സ്കിമ്മിങ്, പ്രൈസ് പെനിട്രേഷൻ ആൻഡ് പീക്ക് ലോഡ് പ്രൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസിങ് സ്ട്രാറ്റജി, സ്കിമ്മിങ്ങും പെനിട്രേഷനും ഒക്കെ സ്ഥിരം ചോദിക്കാറുള്ള ഏരിയ ആണ് ഈ പ്രൈസ് സ്കിമ്മിങ്ങും പെനിട്രേഷനും ഒക്കെ പറയുന്നത്. ദെൻ നോക്കിയേ അടുത്ത മോഡ്യൂളാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ബിസിനസ് ഫിനാൻസിൽ നോക്കിയേ എന്തൊക്കെയാണ് വരുന്നതെന്ന്. സ്കോപ്പ് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആൻഡ് ലീസ് ഫിനാൻസിങ്. ലീസ് ഫിനാൻസിങ് നമ്മളോട് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ലീസ് ഫിനാൻസിങ് ഒക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ, റെഡീമബിൾ, ഇറഡീമബിൾ, ഡെറ്റ്, അതുപോലെ തന്നെ എന്താണ് റീറ്റെയിൻഡ് ഏണിങ്സ്, ഇതിൻ്റെയൊക്കെ അഗ്രഗേറ്റ്, ഇതിൻ്റെയൊക്കെ എന്താണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസും സ്ഥിരം ചോദിക്കാറുണ്ട്. ദെൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ, കൺവെൻഷണൽ ആൻഡ് സയൻറ്റിഫിക് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് അനാലിസിസ്, വെരി ഇമ്പോർട്ടൻറ്റ്. എൻ ഡി എയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ക്യാപിറ്റൽ ബജറ്റിംഗ്, അതിൻ്റെ പ്രോസസ്സ്. ദെൻ അതിൻ്റെ എന്താണ് ഈ പറയുന്ന പോലെ എന്താണ് ട്രഡീഷണലും മോഡേൺ മെത്തേഡ്സും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് ഡിസിഷൻ, തിയറീസ് ആൻഡ് പോളിസീസ്. ഈ തിയറീസിനകത്ത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള തിയറീസും ഇറലവൻ്റ് ആയിട്ടുള്ള കുറേ തിയറീസൊക്കെ പഠിക്കാനുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആണ്. ന്യൂമറിക്കൽസും അവിടെ നിന്ന് കണ്ടുവരാറുണ്ട്. ദെൻ റിസ്ക് ആൻഡ് റിട്ടേൺ അനാലിസിസ്, അസറ്റ് സെക്യൂരിറ്റൈസേഷൻ, ദെൻ ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ആൻഡ് ഹെഡ്ജിങ് ടെക്നിക്സ്, ദെൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ യൂറോ കറൻസി, GDR ADR എന്താണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിറ്റും അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിറ്റും ചോദിക്കാറുണ്ട്. ദെൻ ഇൻ്റർനാഷണൽ ആർബിട്രേജ് ആൻഡ് മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ചോദിക്കാറുള്ള ഏരിയ ആണ്. ദെൻ അഞ്ചാമത്തെ മോഡ്യൂളാണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സും കേർട്ടോസിസും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഓഫ് ടു വേരിയബിൾസ്. ദെൻ പ്രോബബിലിറ്റി, അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി ആൻഡ് ബേയിസ് തിയറം. ദെൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബൈനോമിയൽ, പോയ്സൺ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് എൻ ഡി എയുടെ ഫേവറേറ്റ് ആണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ദെൻ റിസർച്ച്, നമുക്കിത് പേപ്പർ 1ൻ്റെ ഭാഗത്തുനിന്നും വരുന്നതാണ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നതാണ്. കോൺസെപ്റ്റ്സ് ആൻഡ് ടൈപ്സ്, റിസർച്ച് ഡിസൈൻ, ദെൻ ഡേറ്റ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ, ദെൻ എന്താണ് സാമ്പിളിംഗ് ആൻഡ് എസ്റ്റിമേഷൻ, കോൺസെപ്റ്റ്സ്, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, പ്രൊബബിലിറ്റി ആൻഡ് നോൺ പ്രൊബബിലിറ്റി മെത്തേഡ്സ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, സെൻട്രൽ ലിമിറ്റ് തിയറം, സ്റ്റാൻഡേർഡ് ഇയർ, സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ. ഈ ഒരു ഭാഗത്തു നിന്ന് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊബബിലിറ്റി ആൻഡ് നോൺ പ്രൊബബിലിറ്റി അതിൻ്റെ മെത്തേഡ്സ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇറർ, അതുപോലെ പ്രൊബബിൾ ഇറർ, ഇതിൻ്റെയൊക്കെ ഫോർമുലാസ് വെച്ച് ചോദിക്കാറുണ്ട്. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഇസഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അനോവ, കൈ സ്ക്വയർ ടെസ്റ്റ്, മാൻ വിറ്റ്നി യു ടെസ്റ്റ്, കസ്കിൽ വാലിസ് എച്ച് ടെസ്റ്റ്, റാങ്ക് കോറിലേഷൻ ടെസ്റ്റ്, ഈ പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കാറുണ്ട്. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗ്. ദെൻ അത്രയുമാണ് നമ്മുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സിൽ വരുന്നത്. ദെൻ നമ്മുടെ 6th മോഡ്യൂളാണ് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ആദ്യത്തെ കുറച്ച് പോർഷൻസ് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെയും സിലബസിൽ വരുന്നത്, ദെൻ HRMൻ്റെയും ആണ് വരുന്നത്. പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ നോക്കിയേ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ സ്പാൻ ഓഫ് കൺട്രോൾ. ദെൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്, കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മോട്ടിവേഷൻ്റെ തിയറീസും ലീഡർഷിപ്പിൻ്റെ തിയറീസും സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയ ആണ്. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ദെൻ വരുന്നതാണ് ഇത്രയും പോർഷൻസ് ആണ് ബിസിനസ് മാനേജ്മെൻറ്റിൽ നിന്ന് വരുന്നത്. ദെൻ HRMൻ്റെ ഭാഗം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്,
കോൺസെപ്റ്റ് ആൻഡ് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് HRM. ദെൻ നോക്കിയേ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, അതിൻ്റെ സ്റ്റെപ്പ്, പ്രോസസ്സ്, കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചോദിക്കാറുണ്ട്, ഓഫ് ദ ജോബും ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ദെൻ സക്സഷൻ പ്ലാനിങ്, ദെൻ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ജോബ് ഇവാലുവേഷൻ, ഇൻസെൻറ്റീവ്സ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ദെൻ നോക്കിയേ പെർഫോമൻസ് അപ്രൈസൽ ഇൻക്ലൂഡിങ് 360-degree പെർഫോമൻസ് അപ്രൈസൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കളക്റ്റീവ് ബാർഗെയിനിങ് ആൻഡ് വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ദെൻ നോക്കിയേ പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്സ്, ഇമോഷൻസ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, പവർ ആൻഡ് പൊളിറ്റിക്സ്, കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോഷിയേഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ്. ദെൻ ഓർഗനൈസേഷണൽ കൾച്ചർ, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഇത്രയും ഭാഗമാണ് നമ്മുടെ HRMൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ദെൻ നമ്മുടെ 7ാമത്തെ മോഡ്യൂളാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കിയേ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇതെല്ലാം തന്നെ നമ്മൾ പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. RRBസിൻ്റെ ഒക്കെ ഫീച്ചേഴ്സും അതിൻ്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫങ്ഷൻസ്, റോൾ ആൻഡ് മോണിറ്ററി പോളിസി മാനേജ്മെൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. RBIയുടെ കാര്യങ്ങൾ എല്ലാം നല്ലപോലെ പഠിക്കണം, ഫങ്ഷൻസ്, റോള്, അതുപോലെ തന്നെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ, ബേസൽ നോംസ് 1, 2, 3 വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ്, NPA മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോൺ പെർഫോമിംഗ് അസറ്റുകളുടെ മാനേജ്മെൻറ്റ്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, നോക്കിയേ മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്? ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്, NBFCs വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ഇൻ ഇന്ത്യ ചോദിക്കാറുണ്ട്, നമുക്കറിയാം RBI, SEBI, മിനിസ്ട്രി ഓഫ് അഫേഴ്സ്, IRDA, അതെല്ലാം ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ദെൻ ഡിജിറ്റൈസേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ്, ദെൻ ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ചോദിക്കാറുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മുടെ RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, NEFT, SWIFT ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇത്രയാണ് ബാങ്കിങ്ങിൻ്റെ കേസിൽ വരുന്നത്. ദെൻ ഇൻഷുറൻസ്, ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ലൈഫ് ആൻഡ് നോൺ ലൈഫ് ഇൻഷുറൻസ്, ദെൻ റിസ്ക് ക്ലാസിഫിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ദെൻ ഫാക്ടേഴ്സ് ലിമിറ്റിംഗ് ദ ഇൻഷുറബിലിറ്റി ഓഫ് റിസ്ക്, ദെൻ റീ ഇൻഷുറൻസ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഇൻഷുറൻസ്, IRDA ആൻഡ് ഇറ്റ്സ് റോൾസ്. ഇത്രയുമാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്നത്. ദെൻ അടുത്തതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, നമ്മുടെ 8ാമത്തെ മോഡ്യൂളാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു മോഡ്യൂളാണ്. മാർക്കറ്റിംഗ്, കോൺസെപ്റ്റ്സ് ആൻഡ് അപ്രോച്ചസ്, മാർക്കറ്റിംഗ് ചാനൽസ്, മാർക്കറ്റിംഗ് മിക്സ്, സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിംഗ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. ദെൻ പ്രൊഡക്റ്റ് ഡിസിഷൻസ്, കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് ലൈൻ, പ്രൊഡക്റ്റ് മിക്സ് ഡിസിഷൻ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ദെൻ പ്രൈസിംഗ് ഡിസിഷൻ ആണ് വരുന്നത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് സ്ട്രാറ്റജീസ്. ദെൻ പ്രൊമോഷൻ ഡിസിഷൻ ആണ് വരുന്നത്, റോൾ ഓഫ് പ്രൊമോഷൻ ഇൻ മാർക്കറ്റിംഗ്, പ്രൊമോഷൻ മെത്തേഡ്സ്, അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി, സെയിൽ പ്രൊമോഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് പ്രൊമോഷൻ മിക്സർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ചാനൽ മാനേജ്മെൻറ്റ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആണ് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമറിൻ്റെ ബൈയിങ് പ്രോസസ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ. നെക്സ്റ്റ് ആണ് സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് റൂറൽ മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ കൺസ്യൂമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, CRM ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഇത്രയുമാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന മോഡ്യൂളിൽ വരുന്നത്. ദെൻ നമ്മുടെ 9th മോഡ്യൂളാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പഠിച്ചാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ലീഗൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്,
ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ് എഗെയിൻസ്റ്റ് ബ്രീച്ച്, ക്വാസി കോൺട്രാക്ട്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന പോലെ തന്നെ ഡിസ്ചാർജ്, അതിൻ്റെ മോഡ്സ്, അതുപോലെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, പിന്നെ അതിന് റെമഡീസ് എന്തൊക്കെ ചെയ്യുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കാറുണ്ട്. ദെൻ സ്പെഷ്യൽ കോൺട്രാക്ട്സ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് ആൻഡ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. ബെയിൽമെൻറ്റും പ്ലെഡ്ജും ഇൻഡെമിനിറ്റി അതായത് ഇൻഷുറൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, ഈ ഇയർ തന്നെ വെച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ, ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ ആൻഡ് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ ആൻഡ് റൈറ്റ്സ് ഓഫ് ബയർ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നെഗോസിയേഷൻ ആൻഡ് അസൈൻമെൻറ്റ്, ഡിസോണർ ആൻഡ് ഡിസ്ചാർജ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ദെൻ അടുത്തത് വരുന്നതാണ് കമ്പനീസ് ആക്ട് 2030, നേച്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് കമ്പനീസ്, കമ്പനിയുടെ ഫോർമേഷൻ, അതിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്. ദെൻ മാനേജ്മെൻറ്റ്, മീറ്റിംഗ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, സ്ട്രക്ചർ ആൻഡ് പ്രൊസീജിയർ ഓഫ് ഫോർമേഷൻ ഓഫ് LLP ഇൻ ഇന്ത്യ. ദെൻ നോക്കിയേ ദ കോമ്പറ്റീഷൻ ആക്ട് 2002, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെയിൻ പ്രൊവിഷൻസ്. ദെൻ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെയിൻ പ്രൊവിഷൻസ്, സൈബർ ക്രൈംസ് ആൻഡ് പെനൽറ്റീസ്. ഈ മെയിൻ പ്രൊവിഷൻസും അതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് IT ആക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെയിൻ പ്രൊവിഷൻസ്. ദെൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് IPR, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, എമേർജിംഗ് ഇഷ്യൂസ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ദെൻ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെയിൻ പ്രൊവിഷൻസ്, ബെനിഫിറ്റ്സ് ഓഫ് GST, ഇംപ്ലിമെൻറ്റേഷൻ മെക്കാനിസം, വർക്കിംഗ് ഓഫ് ഡ്യുവൽ GST. ഇത്രയുമാണ് വരുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് മോഡ്യൂളാണ് ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ബേസിക് കോൺസെപ്റ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ഇൻസിഡൻസ്, എക്സെപ്റ്റഡ് ഇൻകം ഇമ്പോർട്ടൻ്റ് ആണ്, അഗ്രികൾച്ചർ ഇൻകം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ വേരിയസ് ഹെഡ്സ്. ദെൻ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ക്ലബിംഗ് ഓഫ് ഇൻകം ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലബിംഗ് ഓഫ് ഇൻകം. ദെൻ ഇൻ്റർനാഷണൽ ടാക്സേഷൻ, അവിടെ തന്നെ വരുന്ന ഡബിൾ ടാക്സേഷൻ ആൻഡ് ഇറ്റ്സ് അവോയ്ഡൻസ് മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ട്രാൻസ്ഫർ പ്രൈസിങ്. അടുത്തത് വരുന്നതാണ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, കോൺസെപ്റ്റ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ് വേഴ്സസ് ടാക്സ് ഇവേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടാക്സ് പ്ലാനിങ്, ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ് ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയ ആണ്. ദെൻ ടാക്സ് കൺസിഡറേഷൻ ഇൻ സ്പെസിഫിക് ബിസിനസ് സിറ്റുവേഷൻസ്, then make or buy decisions, then own or lease an asset, retain, renewal or replacement of asset, shut down or continue operations. Then അടുത്തത് വരുന്നതാണ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, then advance payment of tax and e-filing of income tax returns. ഇത്രയും പോർഷൻസ് ആണ് വരുന്നത്. എന്താണ് ഇത്രയുമാണ് 10 മോഡ്യൂൾസ് നമുക്ക് വരുന്നത്. എല്ലാ മോഡ്യൂളുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് നമ്മൾ എല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം പഠിക്കുക. ഒരെണ്ണത്തിനും എന്താണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാനായിട്ടില്ല, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്